വഴിക്കടവ് തണ്ണിക്കടവ് ബൂത്ത് നമ്പർ 2-ൽ യന്ത്ര തകരാറായി എന്ന വാർത്ത വരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു. സുർജിത്ത്, യന്ത്രം തകരാറിലായി, പുതിയ യന്ത്രം വന്നോ? പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോൾ വഴിക്കടവ്, ഏറ്റവും ഒടുവിൽ വഴിക്കടവ് തണ്ണിക്കടവ് 2-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രമാണ് തകരാറിലായിരിക്കുന്നത്. താൽക്കാലികമായി ഈ പോളിംഗ് അവിടെ നിർത്തിവച്ചിരിക്കുകയാണ്. ഈ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 2 സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തിന് നേരെയുള്ള ലൈറ്റുകൾ പ്രകാശിച്ചു എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബൂത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ, അതായത് വഴിക്കടവ് AUP സ്കൂളിലെ 35-ാം നമ്പർ ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ വോട്ടിംഗ് യന്ത്രം തകരാറിലാണ്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിക്കടവ് മറ്റൊരിടത്തും, അതായത് GHS മരുതയിലെ 22-ാം ബൂത്തിലെ യന്ത്രവും തകരാറിലായിരുന്നു. അതിനും സമാനമായ പ്രതിസന്ധിയും പ്രശ്നവുമാണ് കാണുന്നത്. ഇപ്പോഴും ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ്. ഈ വിഷയം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളടക്കമുള്ളവരുടെ നിര നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏറെ നേരമായി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു പോളിംഗ് ആരംഭിക്കേണ്ട സമയം. എന്നിട്ടും പോളിംഗ് തുടങ്ങാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പുതിയ യന്ത്രം എത്തിച്ചുകൊണ്ട് ഇവിടുത്തെ, അതായത് വഴിക്കടവ് AUP സ്കൂൾ പുതിയ യന്ത്രം എത്തിച്ചുകൊണ്ട് ഇപ്പോൾ മോക്ക് പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പോളിംഗ് ആരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വേഗത്തിൽ തന്നെ പോളിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. നിരവധി ആളുകൾ ക്യൂവിലുണ്ടായിരുന്നു. പലരും ഇവിടെ നിന്നും പലർക്കും ജോലിക്കും മറ്റും പോകേണ്ട ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ എത്തിയ ആളുകളുണ്ട്. അവരിൽ ചിലർ ഇവിടെ നിന്ന് മടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുമുണ്ട്. അതായത് ക്യൂവിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളിൽ പലരും മടങ്ങുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇത്രയും വൈകി എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധി. പലർക്കും ദൂരങ്ങളിലേക്ക് പോകാനുള്ളൊരവസ്ഥ ഒക്കെ ഉണ്ട്. ഇപ്പോൾ പോളിംഗ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ആളുകളെ ഇവിടേക്ക് കയറ്റുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകളെ കൃത്യമായ രീതിയിൽ തന്നെ ലൈനിൽ നിർത്തിക്കൊണ്ട് ഘട്ടം ഘട്ടമായി പോളിംഗ് പ്രക്രിയ ഇവിടെ, അതായത് ഈ AUP സ്കൂളിലെ 35-ാം നമ്പർ ബൂത്തിൽ പോളിംഗ് പ്രക്രിയ തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നടപടിക്രമങ്ങൾ, അതായത് അകത്ത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമുണ്ട്. അവർ ആ പ്രക്രിയ നടപ്പാക്കുന്നു. അതിൻ്റെ തുടക്കം ആരംഭിക്കുന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ സമാനമായ പ്രശ്നം തന്നെയാണ്